ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷവർമ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു കോഴിമുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമുക്ക് ചിക്കൻ ആദ്യം മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. അപ്പോൾ ചിക്കൻ മൊരിഞ്ഞ് വരുന്ന ടൈം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാനിടാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട, ഉപ്പ്, വെളുത്തുള്ളി, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് പാല്, സുർക്ക, കുരുമുളക് പൊടി നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമയ്ക്കുള്ള ക്യാബേജും ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉപ്പയാണ് ക്യാബേജും ക്യാരറ്റൊക്കെ അരിഞ്ഞു തരുന്നത്. ഉപ്പ നല്ല പൊടി പൊടിയാക്കിയിട്ടൊക്കെ അരിഞ്ഞു തരും. അപ്പോൾ ഉപ്പാനെ കൊണ്ടാണ് ചെയ്യിക്കണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാബേജും ക്യാരറ്റൊക്കെ ഉപ്പാടെ അരിയൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ചിക്കൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മളൊന്നുകൂടി പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത്. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ഞാനതിലോട്ടൊരു 3 മുട്ടയും ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാബേജും ക്യാരറ്റും അരിഞ്ഞ് വെച്ചതിലേക്ക് മയോണൈസും കൂടി വെച്ച് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ക്യാരറ്റ്, ക്യാബേജ്, കുക്കമ്പർ, ചിക്കൻ, മയോണൈസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുബൂസ് എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുകളിൽ നമുക്ക് ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച് കുക്കമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഫ്രഞ്ച് ഫ്രൈസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഷവർമയാണ് ഉണ്ടാക്കണത്. അപ്പോൾ മുകളിലത്തെ ലെയർ കുബൂസിലും നമ്മളിതുപോലെ കുറച്ച് മയോണൈസ് ആഡ് ചെയ്തിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ നെയ്ച്ചോറും ബീഫ് കറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാത്തവർ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഷവർമയാണ് ഉണ്ടാക്കിയത്. ഇക്ക വന്നിട്ടുണ്ട് നാട്ടിൽ. പിന്നെ ഇപ്പോൾ ആങ്ങളെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഷവർമ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷവർമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.